കോഴിക്കോട് പുതിയ പാലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയാൽ ഭക്ഷണം മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആലേഖനം ചെയ്ത പത്രങ്ങളും ഇവിടെ കാണാം. നിരവധി പേരാണ് ചരിത്രത്തിന്റെ ഭാഗമായ ഈ പത്രപ്രദർശനം കാണാൻ എത്തുന്നത്. കോഴിക്കോട് പുതിയ പാലത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ കമലയിലെ കാഴ്ചകളാണിവ. കോഴിക്കോട് കാട്ടുകുളങ്ങര സ്വദേശിയായ മാണിക്കോത്ത് ശിവദാസന്റെ വർഷങ്ങളായുള്ള കഷ്ടപ്പാടിന്റെ ശേഖരമാണിത്. ബാല്യകാലം മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രങ്ങൾ ശിവദാസന്റെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. 50 കൊല്ലമായി ശിവദാസൻ ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചിട്ട്. ജോലിക്കിടെ ലഭിക്കുന്ന ചെറിയ ഒഴിവു സമയത്താണ് ശിവദാസൻ വായനയുടെ ലോകത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. 1992 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുസ്മരിക്കുന്ന നാണയം, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75ാം വാർഷികത്തിൽ പുറത്തിറക്കിയ നാണയവും, മഹാത്മാഗാന്ധി ആരംഭിച്ച ഹരിജൻ പത്രവും, രാജ്യം ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സ്റ്റാമ്പ് ഇവിടെയുണ്ട്. കളക്ഷനിലുള്ള സാധനങ്ങൾ ഇവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലുള്ള കോയിൻസുകളുണ്ട്, 75ാം സ്വാതന്ത്ര്യത്തിലെ കോയിൻസുകളുണ്ട്, അതേമാതിരി 50 സ്വാതന്ത്ര്യം 75ഒക്കെ ഉണ്ട്. അതുപോലെ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇംഗ്ലീഷ് പേപ്പർ, കൽക്കത്തയിൽ നിന്ന് അടിച്ച പേപ്പറാണ്. മലയാളത്തിലെ 125ാം വാർഷികത്തിന് ഇറക്കിയ ഒരു പത്രമുണ്ട്, മാസിക, അതിലുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ശിവദാസന് ഫുട്ബോളും ജീവനാണ്. പുരാവസ്തു പ്രേമിയായ ശിവദാസൻ തന്റെ ഹോട്ടലിലും പുരാവസ്തുക്കളുടെ കമനീയ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.